അസ്സലാമു അലൈക്കും. ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറാണ് നമ്മളിതൊരു എല്ലാ മഹലിലേക്കും അത് മഹലിൻ്റെ വർക്കിങ്സിന് ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റമിലേക്ക് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതിനും മെമ്പേഴ്സിനുള്ള മൊബൈൽ ആപ്പ് ഉണ്ടാവും, SMS നോട്ടിഫിക്കേഷൻ അയക്കാൻ, വേറെ ആപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആപ്പ് നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും, പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് മഹലിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും. അത് ഇപ്പോൾ ഇൻകം എക്സ്പെൻസ് ആയാലും ബാലൻസ് ഷീറ്റ്, പിന്നെ വേറെ ഫീ കാര്യങ്ങൾ, മെമ്പർ ഫീ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വൺ ക്ലിക്കിൽ നമ്മൾ എപ്പോഴും വൺ ക്ലിക്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ആകട്ടെ എല്ലാ റിപ്പോർട്ട് ബുക്ക്, ഇങ്ങനത്തെ കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് ഇതിൽ ജനറേറ്റ് ആവും. അപ്പോൾ ഇത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഏത് സിസ്റ്റം എന്ന് വേണമെങ്കിലും യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് OTP അടിച്ചിട്ട് ലോഗിൻ ആകാൻ പറ്റും. മെമ്പേഴ്സിനെല്ലാം എപ്പോഴും കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എന്ത് നോട്ടിഫിക്കേഷൻ അയച്ചാലും അത് മെമ്പേഴ്സിന് ഈസി ആയിട്ട് മെമ്പേഴ്സിന് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. SMS എല്ലാം അവരുടെ മൊബൈലിലുണ്ടാവും. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ട്, ഐറ്റംസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വെക്കാൻ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ, വേറെ റിസിപ്റ്റ് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, മാരേജ് സർട്ടിഫിക്കറ്റ്, NOC അതെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാഫ് ഉണ്ടാവില്ലേ, മദ്രസ മസ്ജിദ് സ്റ്റാഫിനെല്ലാം ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. മദ്രസ സ്റ്റുഡൻറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. മഹലിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഇതിലുണ്ടാവും. അഥവാ ഇതിലില്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കും, ഡെവലപ്പ് ആക്കി തരും. ഓക്കെ.